കർക്കിടക വാവുബലി ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളുമായി അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് വാവുബലി. പുലർച്ചെ 5:30 മുതലാണ് ബലി തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. പെരിയാറിന്റെ തീരത്ത് ശാസ്ത്ര ചൈതന്യം പ്രഭചരിഞ്ഞ് പ്രശോഭിക്കുന്ന പുണ്യപുരാതന ക്ഷേത്രത്തിൽ കർക്കിടകം 27-ാം തീയതി ഓഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ 5:30 മുതൽ കർക്കിടകവാവ് ബലിയും പിതൃസായുജ്യ പൂജയും തിലഹവനവും നടക്കും. ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്താൻ യാത്രാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പിതൃതർപ്പണത്തിന് പുകൾപ്പെട്ട നദിയാണ് പെരിയാർ. പെരിയാറിന്റെ തീരത്തുള്ള പുരാതന ശാസ്താ ക്ഷേത്രമാണ് പുരാതന അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിനാൽ ഓരോ വർഷവും ഇവരെ നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. ക്ഷേത്രം പുതുക്കപ്പെടുന്ന വില്ലാളി വീരന്റെ പഞ്ചലോക പ്രതിഷ്ഠയ്ക്ക് ശേഷം എത്തുന്ന രണ്ടാമത്തെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറെയാണ്. പെരിയാറ്റിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമില്ലെന്ന പ്രത്യേകതയുമുണ്ട്. ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ വരാൻ ക്ഷേത്രം ഭരണസമിതി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ കർക്കിടക വാവുബലി നമുക്ക് ഈ ബുധനാഴ്ച 12-ാം തീയതി ഭംഗിയായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉപ്പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വെള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വരാജ് വഴി സ്വരാജിൽ വന്നിട്ട് മിരിക്കാട്ട് വഴി വരുന്നവർക്കുള്ള വഴികളെല്ലാം നമ്മൾ തന്നെ കുഴികളൊക്കെ നിർത്തി വരെ വരാനുള്ള യാത്രാ സൗകര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ വെളുപ്പിനെ കൃത്യമായി 5:30 തന്നെ നമ്മൾ ബലിതർപ്പണം ആരംഭിക്കും. നമ്മുടെ ബഹുമാനായ യജ്ഞാചാര്യൻ ടി കെ രാജു അദ്ദേഹമാണ് ഇപ്രാവശ്യം ബലിതർപ്പണം നടത്തിക്കുന്നത്. അല്ല, രാവിലെ 5:30 മുതൽ തന്നെ എല്ലാവർക്കുമുള്ള ഔഷധക്കഞ്ഞികൾ നമ്മൾ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട്. വലിയ സംബന്ധമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ നിലവിലോട് ഒരുക്കിയിരിക്കുന്നതാണ്. ഇവിടെ വെള്ളത്തിന്റെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഡാമിലെ വെള്ളം അങ്ങനെ ഒഴുക്ക് ശല്യങ്ങളോ ഒന്നുമില്ല. വെള്ളം കയറി മുങ്ങാനുള്ള എല്ലാവിധ ഉപ്പുതല ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കാക്കത്തോട്ടിൽ കടുത്തുവെള്ളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കട്ടപ്പന ഭാഗത്തു നിന്നുള്ള ഭക്തർ കോഴിമല റോഡ് വഴി ദേവീക്ഷേത്രത്തിന് സമീപം വാഹനത്തിൽ എത്താവുന്ന രീതിയിലാണ് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണം പുലർച്ചെ 5:30 ആരംഭിക്കും. കർക്കിടകം 1 മുതൽ രാമായണ മാസാചരണം നടന്നു വരികയാണ്. ഓഗസ്റ്റ് 16 വരെ രാമായണ പാരായണം നടക്കും. ബലിതർപ്പണത്തോടൊപ്പം തിലഹവനത്തിനും സായുജ്യ പൂജയ്ക്കും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കർക്കിടക വാവുബലിക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രം ഭരണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.